ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സൊല്യൂഷൻസ് ഓഫ് ഇൻ്റഗ്രൽ ഇക്വേഷൻസ് ഓർ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം ടെക്നിക്. നമുക്കറിയാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എന്നാൽ ചില ഇൻ്റഗ്രൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻ്റഗ്രൽ ഇക്വേഷനെ വേറൊരു ഫോമിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഇൻ്റഗ്രൽ ഇക്വേഷന് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. മെയിൻലി there is four types of transforms, that are Fourier transform, Laplace transform, Mellin transformation, Angle transformation. അതിൽ രണ്ടെണ്ണം നമുക്ക് പരിചയമുള്ളതാണ്. ഏതൊക്കെയാണ്? Fourier transform ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇൻ്റഗ്രൽ ഇക്വേഷൻസ് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിൻ്റെ ഫോമിൽ തന്നു കഴിഞ്ഞാൽ എന്താണ്, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് സോൾവിങ് ഇൻ്റഗ്രൽ ഇക്വേഷൻ മീൻസ് വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ അൺനോൺ ഫംഗ്ഷൻ. ഒരു അൺനോൺ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിനർത്ഥം. സപ്പോസ് എ ഇൻ്റഗ്രൽ ഇക്വേഷൻ ഈസ് ഗിവൺ ഇൻ എ ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമിൽ, അതായത് psi of x is equal to 1 by root 2 pi integral minus infinity to infinity e raised to I x t phi of t dt. ഇവിടെ ഫൈ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ഫങ്ഷനും ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് അൺനോൺ ഫങ്ഷനുമാണ്. പിന്നെ ഇ റേസ് ടു ഐ എക്സ് ടി എന്ന് പറയുന്നത് കേർണൽ ഓഫ് ദ ഇൻ്റഗ്രൽ ഇക്വേഷനാണ്. സോ സോൾവിങ് ദ ഇൻ്റഗ്രൽ ഇക്വേഷൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫൈ ഓഫ് ടി ഓർ ഫൈ ഓഫ് എക്സ് can be finding using inverse Fourier transform. അതായത് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഏതാണത്? ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 ബൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ഐ എക്സ് ടി സൈ ഓഫ് ടി ഡി ടി. This is the solution of integral equation. This is not an integral equation, this is a solution. Then അടുത്ത ഇൻ്റഗ്രൽ ഇക്വേഷൻ പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമിലാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ടി സൈ ഓഫ് ടി ഡി ടി. ഇതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഏതാണ്? സൈ ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ 2 ബൈ ഇൻ്റഗ്രൽ ഗാമ മൈനസ് ഇൻഫിനിറ്റി ടു ഗാമ പ്ലസ് ഐ ഇൻഫിനിറ്റി ഇ റൈസ് ടു എക്സ് ടി സൈ ഓഫ് ടി ഡി ടി. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് മെല്ലിൻ ട്രാൻസ്ഫോർമേഷൻ. മെല്ലിൻ ട്രാൻസ്ഫോർമേഷൻ ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 to infinity t raised to x minus 1 psi of t dt. ഇതിൻ്റെ മെല്ലിൻ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഇക്വേഷൻ എന്ന് പറയുന്നത് psi of x ഈക്വൽ ടു 1 ബൈ 2 പൈ ഇൻ്റഗ്രൽ ഗാമ മൈനസ് ഐ ഇൻഫിനിറ്റി ടു ഗാമ പ്ലസ് ഐ ഇൻഫിനിറ്റി എക്സ് റൈസ് ടു മൈനസ് ടി സൈ ഓഫ് ടി ഡി ടി. ഇതാണ് എന്ത്? ഇൻവേഴ്സ് മെല്ലിൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഇതാണ് ഏതിൻ്റെ സൊല്യൂഷൻ? മെല്ലിൻ ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് ഹാങ്കൽ ട്രാൻസ്ഫോർമേഷൻ. ഹാങ്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി സൈ ഓഫ് ടി ജെ ന്യൂ എക്സ് ടി ഡി ടി ആണ്. ഈ ജെ ന്യൂ എന്ന് പറയുന്നത് ബെസൽ ഫംഗ്ഷനാണ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി സൈ ഓഫ് ടി ജെ ന്യൂ എക്സ് ടി ഡി ടി. അതാണ് ഇത് ഇൻവേഴ്സ് ആംഗിൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. നെക്സ്റ്റ് പറയാനുള്ളത് ഫൊറിയർ ട്രാൻസ്ഫോം സൊല്യൂഷൻ യൂസിങ് കൺവല്യൂഷൻ തിയറം ആണ്. അതായത് ചില ഇക്വേഷൻസ് നമുക്ക് കാണുന്ന സമയത്ത്, ചില ഇൻ്റഗ്രൽ ഇക്വേഷൻസ് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നില്ല? ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം ആണെന്ന് തോന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ
Consider a Furlong equation of first kind with a kernel k of xt equal to k of x minus t. അതായത് ഒരു ഇക്വേഷൻ എന്നാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കെ എക്സ് മൈനസ് ടി ഫൈ ഓഫ് ടി ഡി ടി. ഈ ഇക്വേഷന് നമ്മൾ സോൾവ് ചെയ്യുന്നത് കൺവല്യൂഷൻ തിയറം വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഈ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോൺ ഫംഗ്ഷനും ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് അൺനോൺ ഫംഗ്ഷനും കെ ഓഫ് എക്സ് മൈനസ് ടി എന്ന് പറയുന്നത് കേണൽ ഓഫ് ദ ഫംഗ്ഷനുമാണ്. നമ്മൾ കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് കൺവല്യൂഷൻ തിയറം എന്ന്. അതായത് കൺവല്യൂഷൻ തിയറം എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ജി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് വൈ എഫ് ഓഫ് എക്സ് മൈനസ് വൈ ഡി വൈ ആണ്. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ ക്യാപിറ്റൽ ജി ഓഫ് ഒമേഗ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ടി ഒമേഗ ആണ്. അതായത് ജി ഒമേഗ എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് വൈ ഡി, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സ്മാൾ ലെറ്റർ എഫിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഇക്വേഷൻ എങ്ങനെയാക്കി എഴുതാം? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് ടി കെ എക്സ് മൈനസ് ടി ഡി ടി. അതായത് ഇവിടെ ജി ഓഫ് വൈയുടെ സ്ഥാനത്ത് ഏതാണ് ഫൈ ഓഫ് ടിയും എഫ് ഓഫ് എക്സ് മൈനസ് വൈ എന്നുള്ള സ്ഥാനത്ത് ഏതാണ് കെ എക്സ് മൈനസ് ടി ഡി ടി. അപ്പോൾ അത് എന്ന് പറയുന്നത് എങ്ങനെയാക്കി എഴുതാം? നമ്മളിവിടെ എഴുതിയ പോലെ നമുക്ക് എഴുതാം. എങ്ങനെ? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കെ ഒമേഗ ഫൈ ഒമേഗ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് എഴുതാം. ഇനി നമുക്ക് ഇവിടെ ഇക്വേഷൻ എഴുതാം. എങ്ങനെ? കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കെ ഒമേഗ ഫൈ ഒമേഗ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. അതായത് ഇവിടെ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ഒമേഗയും ക്യാപിറ്റൽ ഫൈ ഒമേഗയും ക്യാപിറ്റൽ എഫ് ഒമേഗയും എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കെ ഓഫ് എക്സിൻ്റെയും ഫൈ ഓഫ് എക്സിൻ്റെയും എഫ് ഓഫ് എക്സിൻ്റെയും ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഇനി നമുക്കറിയാം ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 അവിടെ മുന്നിലൊരു √π ഉണ്ടാവും. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? കെ ഒമേഗ ഫൈ ഒമേഗ ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അതിൽ 1/√2π പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ഒമേഗയാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. എന്താണ്? ഫൈ ഓഫ് ഒമേഗ. പിന്നെ നമ്മൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കെ ഒമേഗ ഫൈ ഒമേഗ എന്നുള്ള ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നമുക്ക് ഇങ്ങനെ കിട്ടും ഫൈ ഒമേഗ ഈക്വൽ ടു 1/√2π എഫ് ഓഫ് ഒമേഗ ബൈ കെ ഒമേഗ. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാവും? ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗ ബൈ കെ ഓഫ് ഒമേഗ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി ഒമേഗ എന്നാവും. എക്സാമ്പിൾ 2 ആയിട്ട് നമ്മൾ പറയുന്നത് ജനറലൈസ്ഡ് എബൽ ഇക്വേഷനുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കാണുകയാണ്. അത് എന്ത് വെച്ചിട്ടാണ്? കൺവല്യൂഷൻ തിയറം ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ദ ജനറലൈസ്ഡ് എബൽ ഇക്വേഷൻ ഈസ് വിത്ത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എക്സ് ഫൈ ഓഫ് ടി എക്സ് മൈനസ് ടി ആൽഫ ഡി ടി. The value of alpha is 0 less than alpha less than 1. This known function f of x and the unknown function phi of t. So unknown function ആയിട്ടുള്ള phi of t കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് we are taking the Laplace transform of both side. അപ്പോൾ എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ
0 to x phi of t x minus t alpha dt എന്ന് വരും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ അപ്ലൈയിങ് ലാപ്ലേസ് കൺവല്യൂഷൻ തിയറം ഓൺ ആർ എച്ച് എസ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാണ്. നമ്മൾ കൺവല്യൂഷൻ തിയറം നമ്മൾ പഠിച്ചതാണ്, ഫസ്റ്റ് സെമ്മിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? Laplace transform of 0 to x f1 x minus t f of t dt, that is equal to L, that is Laplace transform of f1 of x into Laplace transform of f2 of x. Then we are putting the values. F1 x minus t is equal to x minus t or raised to minus alpha. f1 of x ന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? x മൈനസ് ആൽഫ കൊടുക്കുകയാണ്. എഫ് ഓഫ് ടി ഫൈ ഓഫ് ടി. ദെൻ ഇവിടെയൊക്കെ നമ്മൾ മുകളിലെ ഇക്വേഷനിലൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് എങ്ങനെ വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 ടു എക്സ് ഫൈ ഓഫ് ടി എക്സ് മൈനസ് ടി ആൽഫ ഡി ടി equal to L of Laplace transform of 0 to integral 0 to x x minus t minus alpha phi of t dt, that is equal to, അതായത് x minus t f1 ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് മുകളിൽ തന്നിട്ടുണ്ട്? എന്താണ്? എക്സ് റൈസ് ടു മൈനസ് ആൽഫയാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ലാപ്ലേസ് ട്രാൻസ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് ആൽഫ. മറ്റേതോ ഫൈ ഓഫ് ടി എന്നാണ് എഫ് ടു ഓഫ് ടിയുടെ. അപ്പോൾ എഫ് ഓഫ് എക്സ് വരുമ്പോൾ എങ്ങനെയാവും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എക്സ്. അങ്ങനെ നമുക്ക് ഇക്വേഷനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് എഴുതാം. Then Laplace transform of f of x is equal to Laplace transform of x raised to minus a Laplace transform of phi of x. From this equation we are finding Laplace transform of phi of x. നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? L phi of x നെ അവിടെ നിർത്തിയിട്ട് Laplace transform of f of x divided by Laplace transform of x raised to minus a. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ എസ് റൈസ് ടു എൻ പ്ലസ് 1 എന്ന ഫോമാറ്റിലാണ്. ഈ ഫോമാറ്റ് നമ്മൾ എവിടെ കൊടുക്കുകയാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു മൈനസ് എയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു മൈനസ് ആൽഫ ഈക്വൽ ടു മൈനസ് ആൽഫ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു മൈനസ് ആൽഫ പ്ലസ് 1 എന്ന് കിട്ടും. അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? Laplace transform of phi of x equal to Laplace transform of f of x divided by minus alpha factorial by s raised to minus alpha plus 1 എന്ന് കിട്ടും. ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യും? താഴെയുള്ളത് മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? എസ് റൈസ് ടു 1 മൈനസ് ആൽഫ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ആൽഫ ഫാക്ടോറിയൽ. ദെൻ ഇക്വേഷൻ എന്ത് ചെയ്യുക? 1/s കൊണ്ട് ഡിവൈഡ് ചെയ്യുക എല്ലാത്തും. അപ്പോൾ എങ്ങനെ വരും? 1/s ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എസ് റൈസ് ടു മൈനസ് ആൽഫ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ആൽഫ ഫാക്ടോറിയൽ എന്ന് വരും. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു ആൽഫ മൈനസ് 1 നമുക്ക് എന്തൊക്കെ എഴുതാം? ഇങ്ങനെ എഴുതാം: ആൽഫ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു ആൽഫ മൈനസ് 1 പ്ലസ് 1 വരും. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾക്ക് വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആൽഫ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എസ് റൈസ് ടു മൈനസ് ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 1 ഫാക്ടോറിയൽ. ഈ ഇക്വേഷനിൽ നമുക്ക് എസ് റൈസ് ടു മൈനസ് ആൽഫയുടെ ഇക്വേഷൻ കാണണം. എങ്ങനെ കാണാം? എസ് റൈസ് ടു മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു ആൽഫ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആൽഫ മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എസ് റൈസ് ടു ആൽഫ എങ്ങനെ കിട്ടും? അപ്പോൾ നമുക്ക് എബോവ് ഇക്വേഷൻ നമുക്ക് കിട്ടും എന്ത്? 1/s എൽ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് ഇവിടെ കിട്ടിയ എസ് റൈസ് ടു മൈനസ് ആൽഫയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. എങ്ങനെ?
ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു ആൽഫ മൈനസ് വൺ, പിന്നെ അവിടെയുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ആൽഫ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു മൈനസ് ആൽഫ ഫാക്ടോറിയൽ. ദെൻ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും? 1/s ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എക്സ്. അതെങ്ങനെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഈ കിട്ടിയ ഇക്വേഷനെ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആൽഫ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1/s ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു ആൽഫ മൈനസ് വൺ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് വൺ ഫാക്ടോറിയൽ മൈനസ് ആൽഫ ഫാക്ടോറിയൽ. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്തൊന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ആൽഫ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു ആൽഫ മൈനസ് വൺ ഇൻറ്റു Laplace transform of f of x divided by alpha factorial and into minus alpha factorial. Combining the factorials and applying the convolution theorem again. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച കൺവല്യൂഷൻ തിയറം വീണ്ടും അപ്ലൈ ചെയ്യണം ഇവിടെ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? മൈനസ് നമ്മൾ ഗാമ ഫംഗ്ഷൻ പഠിച്ചു ഫസ്റ്റ് തമ്മിൽ ഗാമ ഫംഗ്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആൽഫ ഫാക്ടോറിയൽ ഇൻറ്റു മൈനസ് ആൽഫ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് പൈ ആൽഫ ബൈ സൈൻ പൈ ആൽഫ ആണ്. അത് നമ്മൾ മുകളിലെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും? 1/s ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ എൽ എക്സ് റൈസ് ടു ആൽഫ മൈനസ് വൺ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ അവിടെ നമ്മൾ എന്താ ആൽഫ ഫാക്ടോറിയൽ ഇൻറ്റു മൈനസ് ആൽഫ ഫാക്ടോറിയലിൻ്റെ വാല്യൂ കൊടുക്കുക. എന്താണ്? പൈ ആൽഫ ബൈ സൈൻ പൈ ആൽഫ. ഇനി ഈ ഇക്വേഷൻ മുകളിലേക്ക് വന്ന് എങ്ങനെയാവും? സൈൻ പൈ ആൽഫ ബൈ പൈ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു മൈനസ് ആൽഫ വൺ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് that is equal to 1/s ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കിട്ടും നമുക്ക്? സൈൻ പൈ ആൽഫ ബൈ പൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു മൈനസ് വൺ ഇൻറ്റു എൽ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? സൈൻ പൈ ആൽഫ ബൈ പൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി by x minus t 1 raised to 1 minus alpha. Again we are using convolution theorem on this equation when we will get 1/s Laplace transform of phi of x equal to Laplace transform of 0 to x phi of t dt. ഈ ഇക്വേഷനിൽ നമ്മളുടെ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 ടു എക്സ് ഫൈ ഓഫ് ഡി ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം? എന്താണ്? സൈൻ പൈ ആൽഫ ബൈ പൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 0 ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി എക്സ് മൈനസ് ടി 1 മൈനസ് ആൽഫ നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ആ ഇക്വേഷനിൽ സൈൻ പൈ ആൽഫ ബൈ പൈ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക? ഈ ലാപ്ലേസ് ഇതിനെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ പൈ ആൽഫ by pi integral 0 to x f of t dt divided by x minus t 1 minus alpha. അപ്പോൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ടോണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ കിട്ടും? 0 to x phi of t dt equal to sin pi alpha by pi integral 0 to x f of t dt divided by x minus t 1 minus alpha എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് നമുക്കറിയാം, നമ്മൾ ഇത്ര നേരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു? അബെൽ ഇക്വേഷന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയത്, അതായത് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, ബോത്ത് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ എങ്ങനെ ഇൻ്റഗ്രേഷൻ ആയിട്ട് നമുക്ക് കിട്ടും? ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ പൈ ആൽഫ ബൈ പൈ ഡി ബൈ ഡി എക്സ് ഇൻറ്റു integral 0 to x f of t dt by x minus t raised to 1 minus alpha എന്ന് കിട്ടും. So this is the solution.